നമസ്കാരം. പ്രധാന വാർത്തകൾ. സിപിഎമ്മിന് കുരുക്കായി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖാ വിവാദം. ശബ്ദ സന്ദേശത്തിൽ MK കണ്ണൻ, AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ. ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമെന്ന CPM. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദിനോട് വിശദീകരണം ആവശ്യപ്പെടുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. തൃശൂരിലെ CPM വലിയ അധോലോക മാഫിയയെന്ന് BJP നേതാവ് MT രമേശ്. ശരത്തിന്റെ ആരോപണം ശരിയല്ലെന്ന് MK കണ്ണൻ. സംഭാഷണത്തിൽ ഞെട്ടലില്ലെന്നും അന്വേഷണം ആവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പിന് പരാതി നൽകിയെന്നും കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികതയിൽ സംശയമുണ്ടെന്ന് ശരത് പ്രസാദ്. പ്രതികരണം ഫേസ്ബുക്കിൽ. സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചന ആരോപിച്ച് സംയുക്ത കർഷക വേദി. സെപ്റ്റംബർ 19 എറണാകുളത്തെ സപ്ലൈകോ ഹെഡ് ഓഫീസ് ഉപരോധിക്കും. ഇടപാടുകാരെ അടിമകളായി കാണുന്ന ബാങ്കിംഗ് സംവിധാനത്തിനെതിരെ കൊച്ചി റിസർവ് ബാങ്ക് ശാഖയിലേക്ക് മാർച്ച് നടത്തുമെന്ന് യുണൈറ്റഡ് മെർച്ചന്റ്സ് ചേംബർ. മണ്ണൂർ പഞ്ചായത്തിൽ താൽക്കാലിക ജീവനക്കാരുടെ ദിവസവേതനത്തിൽ നിന്ന് അധികൃതർ പങ്കുപറ്റിയെന്ന UDF ആരോപണം രാഷ്ട്രീയ പ്രേരിതവും വസ്തുതാവിരുദ്ധവുമെന്ന് ഭരണപക്ഷം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഇത്തരം നാടകങ്ങൾ ജനം തള്ളിക്കളയുമെന്ന് പഞ്ചായത്ത് അധ്യക്ഷ. അങ്കരയിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM വികസന വിരോധവും അഴിമതിയും കെടുകാര്യസ്ഥതയും ആരോപിച്ച് കാൽനട പ്രചരണ ജാഥ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ രക്തബാങ്ക് ഉടൻ തുടങ്ങും. ബ്ലഡ് ബാങ്കിംഗ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ അനുമതിയായി. രക്തബാങ്ക് പ്രവർത്തന സജ്ജമായത് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ. കൊണ്ടാടിയിൽ KSRTC ബസ്സിടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് മായന്നൂർ കോട്ടമുക്ക് സ്വദേശിനി രുക്മിണി. ചിറ്റൂർ സ്വദേശിയായ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറെ തവനൂർ ജയിൽ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 29 വയസ്സുള്ള ബർസാത്ത് ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ്. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന KSU നേതാവ് അറസ്റ്റിൽ. കൊയിലാണ്ടിയിൽ വെച്ച് പിടിയിലായത് KSU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ്. അറസ്റ്റിലായ ഗണേഷ് ഉൾപ്പെടെയുള്ള KSU നേതാക്കളെ മുഖംമൂടി ധരിച്ച് വിലങ്ങിട്ട് കോടതിയിൽ ഹാജരാക്കിയ സംഭവം വിവാദമാകുന്നു. വടക്കാഞ്ചേരി SHO ഷാജഹാന് കോടതിയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. തിങ്കളാഴ്ച ഷാജഹാൻ കോടതിയിൽ ഹാജരാകണം. അനധികൃത മണ്ണ് ഖനനത്തിനെതിരെ ചെറുതുരുത്തി പോലീസ് ദേശമംഗലത്ത് 3 ടിപ്പർ ലോറികളും 1 JCBയും പിടിച്ചെടുത്തു. ഒന്നാം വിള നെൽകൃഷിയിൽ ഓലകരിച്ചിൽ. ആശങ്കയോടെ പറളി മേഖലയിലെ കർഷകർ. കിണാവല്ലൂർ, തലപ്പറ്റ, വലിയകാട് പാടശേഖരങ്ങളിൽ ഏക്കർ കണക്കിന് കൃഷി നാശഭീഷണിയിൽ. നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. തൃശൂരിൽ CPMന് കുരുക്കായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖാ വിവാദം. ശബ്ദ സന്ദേശത്തിൽ MK കണ്ണൻ, AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണമാണ് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉന്നയിക്കുന്നത്. അതേസമയം ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് CPM വിശദീകരണം. CPM നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് ശബ്ദരേഖയിൽ പറയുന്നത്. ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ VP ശരത് പ്രസാദാണ് AC മൊയ്തീൻ, MK കണ്ണൻ എന്നിവർക്കെതിരെ സ്വകാര്യ സംഭാഷണത്തിനിടെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. CPM നേതൃത്വത്തിലുള്ള സഹകരണ സംഘത്തിൽ അഴിമതിയെന്നും സംഭാഷണത്തിലുണ്ട്. CPMന്റെ ജില്ലാ നേതൃത്വത്തിലുള്ള ആർക്കും സാമ്പത്തിക പ്രശ്നം ഇല്ല. നേതാക്കളുടെ ഒരു ഘട്ടം കഴിഞ്ഞാൽ അവർ ലെവൽ മാറും. പണം പിരിക്കാൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് എളുപ്പമാണ്. CPM നേതാക്കൾ അവരവരുടെ കാര്യം നോക്കാൻ നല്ല മിടുക്കരാണ്. MK കണ്ണന് കോടാനുകോടി സ്വത്തുണ്ട്. കപ്പലണ്ടി കച്ചവടം ചെയ്ത കണ്ണേട്ടൻ രാഷ്ട്രീയം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. എത്ര വലിയ ഡീലിങ്സാണ് ഇവരൊക്കെ നടത്തുന്നതെന്നും ശബ്ദരേഖയിൽ പറയുന്നു. വളരെ ആംബിഷ്യസ്, അല്ലെങ്കിൽ രാമേന്ദ്രൻ വളരെ ആംബിഷ്യസ്. അപ്പൊ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ സാമ്പത്തിക അത്യാവശ്യം ചെറിയ വീടാണ് വീട്ടിൽ വേണ്ടി. ഇത് ഘട്ടം കഴിഞ്ഞവരെ കാശ് വരും. ആൾക്കിങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലല്ലോ എന്ന് പറഞ്ഞാൽ CPMന്റെ ജില്ലാ ലീഡർഷിപ്പുള്ള ആർക്ക് പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നം ആർക്കുണ്ടാവില്ല. അങ്ങനെ ഘട്ടം കഴിഞ്ഞാൽ അവരുടെ ലെവല് മാറും, ഇവരുടെ ഒരു ഇൻട്രാക്ഷൻ. അപ്പൊ നമ്മളിപ്പോ പിരിവ് നടത്തപ്പോ ഞാൻ ഏരിയ സെക്രട്ടറി മാക്സിമം പിരിവ് നടത്തൊരു 5000 രൂപ, 15,000 മാക്സിമം. എന്നാൽ ജില്ല പറയുന്നത് 25 പാർട്ടി കമ്മിറ്റി പറയുന്നത് എന്താണ് 75,000, 1 ലക്ഷം ഇരിക്കുന്നു. അപ്പൊ നമ്മുടെ എന്താണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരം മാറി. ഈ നിലവാരത്തിനകത്താണ് പിന്നെ എന്ത് ചെയ്യാൻ നമ്മൾ ജീവിക്കുന്നത്.
അതെല്ലാവരും അല്ലാണ്ട് എൻ്റെ അറിവിലാരും കണ്ടുപിടിക്കാൻ വകയിലാണ് നടക്കുന്നത്. അല്ല കേക്കാറിന് അങ്ങനത്തെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ അവരവരുടെ കാര്യം നോക്കും, ഇവരൊക്കെ നല്ല പിടിക്കും. മുൻ മന്ത്രി AC മൊയ്തീൻ്റെയും വർഗീസ് കണ്ണംകുളത്തിയുടെയും പേര് ശബ്ദരേഖയിലുണ്ട്. AC മൊയ്തീന് അപ്പർ ക്ലാസ് ഡീലാണെന്ന് പറയുന്നു. KKR, സേവ്യർ, രാമചന്ദ്രൻ, AC മൊയ്തീൻ ഒന്നും നിസ്സാര ആളുകളല്ല. ജില്ലയിലെ അത്ര വലിയ അപ്പർ ക്ലാസ് ആളുകളുമായി ബന്ധങ്ങളാണ് AC മൊയ്തീന് ഉള്ളതെന്നും ശരത് പ്രസാദിൻ്റെ ശബ്ദരേഖയിലുണ്ട്. ഇവരൊക്കെ ഭയങ്കര കണ്ണാട്ടം കണ്ണാട്ടൊക്കെ കോടാനോടി വെക്കും. പൊളിറ്റിക്സും രക്ഷപ്പെട്ടാണ്. കപ്പലണ്ടിയാണ് കപ്പലണ്ടി കച്ചവടമായിരുന്നു തൃശ്ശൂരാണ്. ആളെന്ന് കാണുന്ന അയാൾക്ക് ചുരുങ്ങിയത് കോടാനോടി വെച്ചാൽ അവർക്ക് അത്ര വലിയ വലിയ ഡീലേഴ്സ് കണ്ണംകുളത്തി നിസ്സാര ഡീലിങ്സ് ആണ്. കണ്ണംകുളത്തി, അനൂപ്, AC മൊയ്തീൻ നിസ്സാര ആൾക്കാരാണ്. എന്നൊക്കെ പറഞ്ഞാൽ ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന ആൾക്കാരവരൊക്കെ. AC മൊയ്തീൻ CPM നടത്തറ ലോക്കൽ കമ്മിറ്റി അംഗം നിബിനുമായി വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ സംഭാഷണമാണ് പുറത്തുവന്നതെന്നാണ് ശരത് പ്രസാദിൻ്റെ വിശദീകരണം. അതേസമയം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ശബ്ദരേഖയിൽ പറയുന്നതെന്നാണ് CPMൻ്റെ വിശദീകരണം. വർഷങ്ങൾക്ക് മുമ്പുള്ള ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നിട്ടുള്ളതെന്ന് CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പ്രതികരിച്ചു. ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ്, തെറ്റായ കാര്യങ്ങളാണ് ശരത് പറഞ്ഞത്. ഇത് സംബന്ധിച്ച് പാർട്ടി വിശദീകരണം തേടും. രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധമാകുന്നതാണ് പുറത്തുവന്ന തെറ്റിദ്ധാരണാജനകമായ ഓഡിയോ എന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. വലിയ എന്താ പറയുക രാഷ്ട്രീയ ആക്ഷേപങ്ങളുണ്ട്. ഒരു തരത്തിലും വസ്തുതയുമായിട്ട് പൊരുത്തപ്പെടുന്ന ഒന്നും അതിനകത്തില്ല. തെറ്റായിട്ടുള്ള കാര്യമാണ്. സുതാര്യമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM. അതിൻ്റെ നേതാക്കളുടെ ജീവിതവും സുതാര്യമാണ്. ഒരു തരത്തിലുള്ള ആക്ഷേപത്തിനും അടിസ്ഥാനമില്ല എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ ആണ് ഞങ്ങൾ തീരുമാനിച്ചത്. ആദ്യമേ പറഞ്ഞല്ലോ, അത്തരത്തിൽ തെറ്റായിട്ടുള്ള ഒരു പരാമർശം ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം നടത്താനിടയായത് എന്ന കാര്യം അദ്ദേഹത്തോട് തന്നെ നേരിട്ട് വിശദീകരണം ആവശ്യപ്പെടുകയും ഉചിതമായിട്ടുള്ള നടപടികൾ പാർട്ടി സ്വീകരിക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ശരത്തിന്റെ ആരോപണം ശരിയല്ലെന്ന് MK കണ്ണൻ. ഒരു ബാങ്കിലും തന്റെ സമ്പാദ്യമില്ലെന്നും ഒരു അക്കൗണ്ടിൽ പോലും 100 രൂപയിൽ കൂടുതലില്ലെന്നും MK കണ്ണൻ പറഞ്ഞു. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് കയ്യും കണക്കുമില്ലെന്നും MK കണ്ണൻ കൂട്ടിച്ചേർത്തു. കോടികൾ സമ്പാദിച്ചു. ഏത് ബാങ്കിലാണ്? ഇങ്ങോട്ട് ആ ക്യാമറ നോക്കി പറ. ഏത് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത്? ഒരു 100 രൂപയിൽ കൂടുതലുള്ള അക്കൗണ്ട് എനിക്ക് ഒരു ബാങ്കിലില്ല. കണ്ടിട്ട് അങ്ങോട്ട് നോക്കി പറയാൻ എന്താ എൻ്റെ പ്രശ്നം? ശരത് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇത് മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നാണ് ശരത് പറയുന്നത്. കണ്ണനെ വിളിച്ചോ? പിന്നെ ഞാൻ എൻ്റെ സുഹൃത്ത് എൻ്റെ നേതാവല്ലേ ഇപ്പോൾ, ഇങ്ങോട്ട് നോക്കി എൻ്റെ നേതാവാണല്ലോ. അപ്പോൾ ശരത് പറയുന്നത് ഞാനിങ്ങനെ പറഞ്ഞിട്ടില്ല. 5 കൊല്ലം മുമ്പ് ഞങ്ങൾ രാത്രി സംഭാഷണം നടത്താറുണ്ട്. പിന്നെ ഇത് പറയുന്നത് ആരപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം. പണ്ട് സർദാർ ചന്ദ്രോത്തനെ കൊണ്ടു നടന്നിരുന്നു വിമോചന സമരകാലത്ത്, പഴയ പാർട്ടിക്കാരനെ. മനസ്സിലായിട്ടില്ല? ആ കഥയൊക്കെ നിങ്ങൾക്ക് അറിയില്ല, പഴയ കഥകൾ ആലോചിക്കണം. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്താ? ഈ ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആളും ഇവൻ അത് വോയിസ് മാറ്റി കൊടുത്തവനും രണ്ടുപേരും പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പോയി, പുറത്തു പോയി. പോയില്ല. ഒരാൾ പഞ്ചായത്ത് മെമ്പർ, ലോക്കൽ സെക്രട്ടറി, അവൻ പാർട്ടിയുടെ രാജിവെച്ചു എന്നാണ് പറഞ്ഞത്. അവനില്ല. ഇവൻ്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിലമ്പൂരിൽ നടക്കുമ്പോൾ അൻവറിൻ്റെ കൂടെയായിരുന്നു, ഇപ്പോൾ അവൻ രാജിവെച്ചു എന്നാണ് പറഞ്ഞത്. അവനാണ് ഒരാൾ. രണ്ടാമത്തെ ആളും പാർട്ടിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിൽ കഴിഞ്ഞ ഏരിയ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റിനെ ഒഴിവാക്കിയാണ്. അവൻ ഇവന് ഫോൺ സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഞാനിതൊന്നും സീരിയസ് ആയിട്ട് കാണുന്നില്ല. രാത്രി എന്തെല്ലാം സ്വപ്നങ്ങൾ ആളുകൾ കാണുന്നുണ്ട്. എനിക്കെതിരെ നിങ്ങളൊക്കെ പറഞ്ഞു കൂട്ടി ഇതിന് കയ്യും കണക്കുണ്ടോ? എൻ്റെ വീടിൻ്റെ പടം എടുത്തിട്ട് 25 കൊല്ലം മുമ്പ് ഒരു ഓടിട്ട വീടിൻ്റെ പടം എടുത്ത് കൊടുത്തിട്ട് ഇത് സൗദ എന്ന് പറഞ്ഞ് പത്രത്തിലൊന്നും ഞാൻ കണ്ടു. എന്നിട്ടൊന്നും ഞാൻ പേടിച്ചു പോയിട്ടില്ല. അതിനുശേഷം ഞാൻ രാജ്യത്ത് ജീവിച്ചു. ഇതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. മലക്കം മറിഞ്ഞ് ശരത് പ്രസാദ്. ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികതയിൽ സംശയമെന്ന് DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി. ഓഡിയോയിൽ ഉള്ളത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ. പാർട്ടി നേതാക്കളെ സംബന്ധിച്ച് തനിക്ക് അങ്ങനെയൊരു അഭിപ്രായമില്ല. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയവർ ഗൂഢാലോചന നടത്തുന്നുവെന്നും ഫേസ്ബുക്കിൽ ശരത് പ്രസാദിന്റെ പ്രതികരണം. തൃശൂരിലെ CPM വലിയ അധോലോക മാഫിയയെന്ന BJP നേതാവ് MT രമേശ്. ശരത്തിന്റെ ആരോപണം ഗുരുതരം.
CPM-നെതിരെ BJP ഉന്നയിച്ച കാര്യങ്ങൾ ശരിവെക്കുന്നതാണ് ഈ ആരോപണങ്ങൾ. സഹകരണ മേഖല CPM കൊള്ളയടിക്കുകയാണ്. ഇവർ ഡീലർമാരാണെന്ന് ശരത് പറയുന്നു. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും CPM തൃശൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും MT രമേശ് ആവശ്യപ്പെട്ടു. തൃശൂർ ജില്ലയിലെ CPM നേതൃത്വം ഒരു വലിയ അധോലോക മാഫിയ സംഘമാണ് എന്ന് ആ പാർട്ടിക്കകത്ത് തന്നെയുള്ള ആളുകൾ പരസ്യമായി സമ്മതിക്കുന്ന വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ്. CPM-ന്റെ ഈ ജില്ലയിലെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർക്കെതിരായിട്ടാണ് DYFIയുടെ നേതാവ് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ തൃശ്ശൂരിലെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണോ അതോ ഡീലേഴ്സ് പാർട്ടിയാണോ എന്നിവർ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. ഈ ജില്ലയിലെ CPM നേതാക്കന്മാരുടെ സ്വത്ത് വിവരങ്ങളെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകണം. അവരുടെ ബാങ്ക് ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം ഉണ്ടാക്കണം. അവർ കഴിഞ്ഞ കാലങ്ങൾ നടത്തിയിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും അന്വേഷിക്കണം. CPM നിയന്ത്രണത്തിലുള്ള ബാങ്കുകളെ മറയാക്കിക്കൊണ്ട് ഈ നേതാക്കന്മാർ നടത്തുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും ക്രമക്കേടും ഉന്നത തലത്തിലുള്ള അന്വേഷണം ഉണ്ടാവണം എന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഇത് തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഈ നേതാക്കന്മാരൊക്കെ സംസ്ഥാന തലത്തിൽ വലിയ സ്വാധീനമുള്ള നേതാക്കന്മാരാണ്. ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്ന നമ്മുടെ AC മൊയ്തീനെതിരായിട്ടും MK കണ്ണനെതിരായിട്ടൊക്കെ ED അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ആ അന്വേഷണത്തിന് സഹായകമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്വാഭാവികമായിട്ടും ആ അന്വേഷണ ഏജൻസികൾ ഇതുകൂടി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിക്കുമല്ലോ. അതിന് പ്രത്യേകിച്ച് അപേക്ഷയുടെ ആവശ്യമൊന്നുമില്ല, അവരിതെല്ലാം കാണുന്നുണ്ടല്ലോ. ഇത് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഈ ജില്ലയിലെ CPM നേതാക്കന്മാരെ കുറിച്ച് നേരത്തെ തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. നിരവധി സന്ദർഭങ്ങളിൽ അന്വേഷണ ഏജൻസി സ്ഥിരീകരിച്ചിട്ടുമുള്ളതാണ്. ശരത്തിന്റെ സംഭാഷണത്തിൽ ഞെട്ടലില്ലെന്ന് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. ഗൗരവതരമാണ് ശരത് പ്രസാദിന്റെ വെളിപ്പെടുത്തൽ. അന്വേഷണം ആവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പിന് പരാതി നൽകിയതായും അനിൽ അക്കര തൃശ്ശൂരിൽ പറഞ്ഞു. DYFIയുടെ ജില്ലാ സെക്രട്ടറിയും തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ DYFI ജില്ലാ സെക്രട്ടറി ശരത്ത് നടത്തിയ ഇന്നത്തെ AC മൊയ്തീനെ കുറിച്ചും അതുപോലെ തന്നെ MK കണ്ണനെ കുറിച്ചും CPM-ന്റെ ജില്ലയിലെ ഉന്നതരായ നേതാക്കന്മാരെ കുറിച്ചും നടത്തിയ വെളിപ്പെടുത്തലുകൾ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന വാർത്തയാണെങ്കിലും ജില്ലയിലെ മുഴുവൻ ആളുകൾക്കും ഇതൊരു പുതുമയായ കാര്യമല്ല. പക്ഷേ എങ്കിലും ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ശരത്തിന്റെ വെളിപ്പെടുത്തൽ നിലവിലെ സാഹചര്യത്തിൽ വളരെ ഗൗരവതരമാണ്. ശരത്തിന്റെ ഓഡിയോയിൽ പറയുന്ന കാര്യത്തിൽ വിജിലൻസ് ഡയറക്ടർ കേസെടുക്കണമെന്ന് അനിൽ അക്കര ആവശ്യപ്പെട്ടു. ലൈഫ് മിഷൻ ഇടപാടിൽ AC മൊയ്തീൻ കോടികൾ കൈപ്പറ്റിയിട്ടുണ്ട്. ലൈഫ് മിഷൻ ഇടപാട് CBI അന്വേഷിച്ചാൽ മൊയ്തീൻ രണ്ടാം പ്രതിയാകും. CBI കേസ് അന്വേഷിച്ചാൽ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രതിയായി AC മൊയ്തീൻ വരും. UAE കോൺസുലേറ്റിൽ നിന്നും ഈജിപ്ഷ്യൻ പൗരനായ ഖാലിദിന്റെ കയ്യിൽ നിന്നും അടിവരായിട്ട് പറയാൻ ഖാലിദിന്റെ കയ്യിൽ നിന്നും ഫോറിൻ മണി കൈപ്പറ്റിയ ആളാണ് AC മൊയ്തീൻ. അതുകൊണ്ടാണ് CBI കേസ് വരരുത് എന്ന് ആഗ്രഹിച്ച് അതിനകത്ത് കേസ് പോകുന്നത്. അതുപോലെ തന്നെയാണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് 12 സഹകരണ ബാങ്കുകൾക്കെതിരെ അന്വേഷണം പോയി. ആ 12 സഹകരണ ബാങ്കുകളിൽ പ്രതിസ്ഥാനത്ത് വരേണ്ട AC മൊയ്തീൻ, MK കണ്ണൻ, വർഗീസ് കണ്ടകുളത്തി, MM വർഗീസ്, അനൂപ് ഡേവിസ് കാട, ഈ 5 നേതാക്കന്മാർ ഈ 12 സഹകരണ ബാങ്കുകളെ കേസിനകത്ത് പ്രതിയാകേണ്ട ആളുകളായിരുന്നു. ഖാലിദിൽ നിന്നും നേരിട്ട് പണം കൈപ്പറ്റിയ ആളാണ് മൊയ്തീൻ. അഴിമതി കേസുകളിൽ ED അന്വേഷണം നിർത്തിയത് നേതാക്കളെ രക്ഷിക്കാനാണെന്നും അനിൽ അക്കര പറഞ്ഞു. ആദായ നികുതി വകുപ്പിന് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. ശരത്തിന്റെ വെളിപ്പെടുത്തൽ ഗൗരവതരമാണെന്നും CPM നേതാക്കളുടെ അനധികൃത സമ്പാദ്യം പാർട്ടിയിലെ ഒരു വിഭാഗം യുവാക്കൾ അംഗീകരിക്കുന്നില്ലെന്നും അനിൽ അക്കര കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KSU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂർ അറസ്റ്റിൽ. SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ കൊയിലാണ്ടിയിൽ നിന്നാണ് ഗണേഷിനെ പിടികൂടിയത്. SFI KSU സംഘടനത്തിന് ശേഷം ഗണേഷ് ഒളിവിലായിരുന്നു. കഴിഞ്ഞ മാസം മുള്ളൂർക്കരയിൽ വെച്ച് SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രധാന പ്രതിയായ KSU ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂരിനെയാണ് കൊയിലാണ്ടിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. വടക്കാഞ്ചേരി SHO ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പിടികൂടിയത്. വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിച്ച ഇയാളെ കോടതിയിൽ ഹാജരാക്കി. കഴിഞ്ഞ ഓഗസ്റ്റ് 18-ന് ചെറുതുരുത്തി മുള്ളൂർക്കരയിൽ വെച്ചാണ് KSU SFI സംഘർഷമുണ്ടായത്. SFI ചെറുതുരുത്തി ഏരിയ സെക്രട്ടേറിയറ്റ് അംഗം ആദിത്യൻ, കിള്ളിമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് എൽദോസ് എന്നിവർക്കാണ് അന്ന് പരിക്കേറ്റത്. കോളേജിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയ SFI നേതാക്കളെ പിന്തുടർന്നെത്തി ഗണേഷ് ആറ്റൂരും മറ്റ് KSU പ്രവർത്തകരും ആക്രമിക്കുകയായിരുന്നുവെന്ന് SFI ആരോപിച്ചിരുന്നു. മുള്ളൂർക്കര ഗേറ്റിന് സമീപത്തായിരുന്നു സംഘർഷം നടന്നത്. പരിക്കേറ്റ SFI പ്രവർത്തകരെ തൃശൂർ ജില്ലാ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു.
അതേസമയം ഗണേഷ് ആറ്റൂരിനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടിച്ചുകൂടി. അറസ്റ്റിലായ ഗണേഷിനെതിരെ മൂന്നാം മറ പ്രയോഗിക്കാതിരിക്കാൻ രാത്രി വൈകിയും പ്രവർത്തകർ സ്റ്റേഷന് മുന്നിൽ കാവൽ നിന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. KSU നേതാക്കളെ മുഖംമൂടി ധരിപ്പിച്ച് വിലങ്ങണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവം വിവാദത്തിൽ. സംഭവത്തിൽ വടക്കാഞ്ചേരി SHO ഷാജഹാന് കോടതിയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. തിങ്കളാഴ്ച ഷാജഹാൻ കോടതിയിൽ ഹാജരാകണം. മുള്ളൂർക്കരയിൽ നടന്ന SFI KSU സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിലാണ് KSU നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയത്. സംഘർഷത്തിൽ SFI നേതാക്കൾക്ക് പരിക്കേറ്റിരുന്നു. ഈ കേസിൽ പ്രതികളായ KSU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ്, KSU ജില്ലാ കമ്മിറ്റി അംഗം അൽ അമീൻ, KSU യൂണിറ്റ് പ്രസിഡന്റ് അസ്ലം എന്നിവരെയാണ് പോലീസ് മുഖംമൂടി ധരിപ്പിച്ച് കൈവിലങ്ങണിയിച്ച് വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയത്. കോടതി മൂവരെയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ മുഖംമൂടി ധരിപ്പിച്ച് വിലങ്ങണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിനാണ് CIക്ക് കോടതി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് CI ഷാജഹാൻ ഗണേഷിനെ അന്വേഷിച്ച് അർദ്ധരാത്രിയിൽ ഗണേഷിൻ്റെ വീട്ടിലെത്തിയത് വിവാദമായിരുന്നു. അർദ്ധരാത്രിയിൽ വീട്ടിലെത്തി മാതാപിതാക്കളെയും സഹോദരിയെയും CI അധിക്ഷേപിച്ചതായി ആരോപിച്ച് KSU രംഗത്തെത്തിയിരുന്നു. സംഭവത്തിൽ പ്രതിഷേധിച്ച് KSUവിൻ്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ മാർച്ചും നടത്തി. സംഭവത്തിൽ ഗണേഷിൻ്റെ മാതാപിതാക്കൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതിയും നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ രീതിയും വിവാദമായത്. CI ഷാജഹാൻ CPMൻ്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിച്ച് കടുത്ത മനുഷ്യാവകാശ ലംഘനം നടത്തുകയാണെന്ന് KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ആരോപിച്ചു. CPMൻ്റെ നിർദ്ദേശാനുസരണം രാഷ്ട്രീയ താൽപ്പര്യത്തോടെ പ്രവർത്തിക്കുന്ന CI ഷാജഹാൻ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നും ജോൺ ഡാനിയൽ പ്രസ്താവനയിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. ബസ്സിന് തീ പിടിക്കുകയാണെന്ന് ഭയന്ന് ഗ്ലാസ് പൊളിച്ച് പുറത്തേക്ക് ചാടിയ ഒരാൾക്ക് പരിക്കേറ്റു. ബസ്സിന്റെ ഡീസൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് പുക ഉയർന്നത്. കോഴിക്കോട്ട് നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്ന ബ്ലൂ ഡയമണ്ട് ബസ്സിൽ നിന്നാണ് പാറേമ്പാടത്തെത്തിയപ്പോൾ പുക ഉയർന്നത്. രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. ബസ്സിൻ്റെ ഡീസൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് പുക ഉയർന്നത്. തുടർന്ന് ബസ് നിർത്തി യാത്രക്കാരെയെല്ലാം അതിവേഗം പുറത്തിറക്കിയ ശേഷം കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. ഇതിനിടെ ഭയം മൂലം ബസ്സിൽ നിന്ന് ഗ്ലാസ് പൊളിച്ച് പുറത്തേക്ക് ചാടിയ ഒരാൾക്ക് പരിക്കേറ്റു. അഗ്നിരക്ഷാസേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, സീനിയർ ഓഫീസർ രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പുക ഉയരാനിടയാക്കിയ ബസ്സിൻ്റെ ഡീസൽ പൈപ്പിൻ്റെ തകരാറ് താൽക്കാലികമായി പരിഹരിച്ചു. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തെ തുടർന്ന് ഏറെ നേരം പ്രദേശത്ത് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കഴിഞ്ഞ ദിവസം UDFന്റെ അംഗങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമാണ് പ്രതിപക്ഷാംഗങ്ങൾ സ്വീകരിക്കുന്നതെന്നും ജനങ്ങൾ ഇത് തള്ളിക്കളയുമെന്നും ഇരുവരും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. താൽക്കാലിക ജീവനക്കാരിക്ക് വേതനം നൽകുന്നതിൽ ഭരണസമിതി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് കഴിഞ്ഞ ദിവസം UDF അംഗങ്ങൾ ആരോപിച്ചിരുന്നു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ ഒട്ടനവധി താൽക്കാലിക ജീവനക്കാർ ജോലി ചെയ്തു വരുന്നുണ്ട്. ആർക്കും നാളിതുവരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് ഡാറ്റ എൻട്രി ചെയ്യുന്നതിനാണ് പരാതിക്കാരിയായ ഇവരെ നിശ്ചയിച്ചിട്ടുള്ളത്. അതാത് ദിവസങ്ങളിൽ തീരുമാനിച്ച പ്രകാരമുള്ള വേതനം പരാതിക്കാരിക്ക് നൽകിയിട്ടുണ്ട്. ഒരു ദിവസം എത്ര പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നുവോ അതിനുള്ള വേതനമാണ് പരാതിക്കാരിക്ക് നൽകിയിരുന്നത്. ആ ദിവസങ്ങളിൽ വാങ്ങിയ തുകയ്ക്ക് രേഖയിൽ ഒപ്പിട്ടും നൽകിയിട്ടുണ്ട്. ഏകദേശം 6 വർഷത്തോളം ജോലി ചെയ്ത ഇവർ 6 വർഷത്തിൽ 438 ദിവസമാണ് ആകെ തൊഴിൽ ചെയ്തിട്ടുള്ളത്. 2017-18 വർഷത്തിൽ 53 ദിവസവും 2020-21 വർഷത്തിൽ 43 ദിവസവും 2021-22 വർഷത്തിൽ 82 ദിവസവും 2022-23 വർഷത്തിൽ 117 ദിവസവും 23-24 വർഷത്തിൽ 67 ദിവസവും 24-25 വർഷത്തിൽ 76 ദിവസവും 25-26 വർഷത്തിൽ 17 ദിവസവുമാണ് ജോലി ചെയ്തിട്ടുള്ളത്. AEയുടെ പ്രൊജക്ട് വർക്ക് തയ്യാറാക്കലാണ് താൽക്കാലിക ജീവനക്കാരിയായ ഇവർക്കുള്ള ജോലി. 600 രൂപയും 650 രൂപയും 710 രൂപയും ഇവർ വാങ്ങിയതായി രേഖയിലുണ്ട്. അല്ലാതെ സ്ഥിരമായി 710 രൂപയായി ഇവർക്ക് വേതനം നിശ്ചയിച്ചിട്ടില്ലെന്നും ജോലി ചെയ്തതിനനുസരിച്ചാണ് വേതനം നൽകിയിരുന്നതെന്നും രേഖകൾ സഹിതം പഞ്ചായത്ത് അധികൃതർ ചൂണ്ടിക്കാട്ടി. എല്ലാ ദിവസവും അവർക്കിവിടെ ജോലിയില്ല. താൽക്കാലികമായി വരുന്ന ദിവസങ്ങളിൽ, അതായത് പ്രവൃത്തി ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രമാണ് അവർക്ക് വേതനം നൽകുന്നത്. ആ നിലയ്ക്ക് അവർ വന്ന ദിവസങ്ങളിലെല്ലാം തന്നെ കൃത്യമായി വേതനം, അവർക്ക് കൊടുക്കേണ്ടതായ വേതനം കൃത്യമായി ഇവിടെ നമ്മൾ കൊടുത്തിട്ടും
ഉണ്ട്. നിലവിൽ UDF മെമ്പർമാർ പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാന വിരുദ്ധമായ കാര്യങ്ങളാണ്. നിലവിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവർ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കുറച്ച് നാളുകളായി ഇങ്ങനെ ഇടപെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താൽക്കാലിക ജീവനക്കാരായിട്ട് പഞ്ചായത്തിൽ നിരവധി ആളുകൾ നമുക്കിവിടെ ഉണ്ട്. ഇന്ന് വരെയായി ഒരു പരാതിയും ഒരു ജീവനക്കാരിൽ നിന്നും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നിലവിൽ പഞ്ചായത്തിന്റെ പദ്ധതി നിർവഹണവും അതുപോലെ തന്നെ മറ്റു അത്യാവശ്യ ഘട്ടങ്ങളിലാണ് നമ്മൾ ഈ കുട്ടിയെ ഇവിടേക്ക് വിളിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിലവിൽ 710 രൂപ അവർക്ക് കൂലി നൽകണമെന്നുണ്ടെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച കൂലിയാണ് സെക്രട്ടറി നിശ്ചയിച്ച് നൽകുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ ചെയ്ത പ്രവൃത്തിക്കുള്ള വേതനം കൃത്യമായി ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാരിയെ പിരിച്ചുവിട്ടതല്ല, ജോലി കഴിഞ്ഞതാണ്. ജോലിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് പല സമയങ്ങളിൽ ഇവരെ വിളിക്കാറുള്ളതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അനിത അറിയിച്ചു. ഇവർക്ക് വ്യത്യസ്ത വേതനം നൽകിയ വ്യക്തമായ രേഖകൾ കൃത്യമായി പഞ്ചായത്തിലുണ്ട്. ഇതിൽ ഒരു അഴിമതിയും ഉണ്ടായിട്ടില്ല. LDF ഭരണസമിതി പഞ്ചായത്തിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളിൽ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കാൻ രണ്ടു പ്രതിപക്ഷങ്ങളുടെ നേതൃത്വത്തിൽ കുറച്ചു നാളുകളായി ഓരോരോ രാഷ്ട്രീയ നാടകം അരങ്ങേറുകയാണ്. ഓരോന്നും ജനങ്ങൾ മനസ്സിലാക്കി തള്ളിക്കളയുമ്പോൾ പുതിയ കുപ്രചരണവുമായി ഇവർ വരികയാണെന്നും ഇവരെ കരുതിയിരിക്കണമെന്നും LDF ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിൽക്കണമെന്നും ഇവരുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയണമെന്നും വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടു. അതിന് കൃത്യമായി മസ്റ്റ് റോളിൽ ഉൾപ്പെടുത്തി അവർ ആ പൈസ ലഭ്യമായതിന്റെ റെസീറ്റ് ഉൾപ്പെടെ അവർ ഒപ്പിട്ട് നൽകിയ ആളാണ് ഈ തുക അവരുടെ അക്കൗണ്ടിലേക്ക് വകയിരുത്തുകയല്ലേ അവരുടെ കയ്യിൽ പൈസ കൊടുക്കുകയും ചെയ്യുന്നത്. അന്നൊന്നും ഇല്ലാത്ത ആക്ഷേപം ഇപ്പോൾ ഉയർന്നു വന്നത് ഇപ്പോൾ ഈ വർക്കിന് പഞ്ചായത്തിൽ നിലവിലുള്ള സഫിഷ്യന്റ് സ്റ്റാഫ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ അവരെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് വിളിക്കുന്നില്ല. ഈ ഘട്ടത്തിലാണ് UDF അംഗങ്ങൾ ഇവരുടെ ഈ അസംതൃപ്തിയെ മുതലെടുത്തുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, പഞ്ചായത്ത് സെക്രട്ടറി KM ബിന്ദു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സിടിച്ച് വയോധിക മരിച്ചു. കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ മൈനൂർ കോട്ടമുക്ക് സ്വദേശിനി പ്ലാക്കിൽ വീട്ടിൽ 70 വയസ്സുള്ള രുക്മിണിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. പഴയന്നൂർ ബ്ലോക്ക് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചനയ്ക്കെതിരെ സെപ്റ്റംബർ 19 സംയുക്ത കർഷക വേദി എറണാകുളം സപ്ലൈകോ ഹെഡ് ഓഫീസ് ഉപരോധിക്കും. ഓണക്കാലത്തിന് മുമ്പ് നെല്ലുവില കൊടുത്തു തീർക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം ജലരേഖയായെന്ന് സമിതി ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി. കർഷകർക്ക് വിനയാകുന്ന ബേബി കമ്മീഷൻ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നും കർഷക സംരക്ഷണ സമിതി കേരള ജനറൽ സെക്രട്ടറി C. പ്രഭാകരൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 280 കോടിയോളം രൂപയാണ് സർക്കാർ നെൽകർഷകർക്ക് കുടിശ്ശിക വരുത്തിയിട്ടുള്ളത്. കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്ന പ്രഖ്യാപനമല്ലാതെ കർഷകർക്ക് പണം നൽകുന്നില്ല. സർക്കാർ കൊടുത്താൽ മാത്രം ബാങ്കുകൾ കർഷകർക്ക് ലോണായി നെല്ലുവില നൽകുന്ന രീതിയാണ് തുടരുന്നത്. കേന്ദ്രം നെല്ലിൻ്റെ താങ്ങുവില വർദ്ധിപ്പിച്ചപ്പോഴൊക്കെ കേരള സർക്കാർ ഇൻസെൻറ്റീവ് വെട്ടിക്കുറച്ചു. ജില്ലയിൽ കന്നിക്കൊയ്ത്ത് ആരംഭിക്കാറായിട്ടും രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാനോ മില്ലുകാരെ നിശ്ചയിക്കാനോ സർക്കാരിന് കഴിയാത്തത് കർഷകരോടുള്ള അവഗണനയാണ്. കിട്ടുമ്പോൾ മാത്രം വില നൽകുമെന്ന രജിസ്ട്രേഷൻ നിബന്ധന തകർന്ന കർഷകരെ വീണ്ടും ചവിട്ടി താഴ്ത്തുന്നതാണ്. നെല്ല് സംഭരണം സർക്കാർ തന്നെ അട്ടിമറിക്കുന്ന നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും. കർഷകർക്ക് ഉൾക്കൊള്ളാനാവാത്തതും കാർഷിക മേഖലയെ തകർക്കുന്നതുമായ ഒട്ടേറെ നിബന്ധനകളുള്ള ബേബി കമ്മീഷൻ റിപ്പോർട്ട് പൊതുചർച്ചയ്ക്ക് വിധേയമാക്കി ഹാനികരമായ നിബന്ധനകൾ ഒഴിവാക്കണമെന്നും C. പ്രഭാകരൻ ആവശ്യപ്പെട്ടു. പ്രതീക്ഷയോടെ ബന്ധപ്പെട്ട ഭരണകർത്താക്കളുടെ വാക്ക് വിശ്വസിച്ച് ഇന്നും 232.38 കോടി രൂപ കേരളത്തിൽ കർഷകന് കൊടുക്കാനുണ്ട്. ഇത് കൊടുത്തു എന്ന് പറയുന്നത് ബാങ്കുകാരെ കൊണ്ട് നിങ്ങൾ ലോണായി കൊടുത്തോ എന്ന് പറഞ്ഞതുകൊണ്ട് കർഷകന് പൈസ കിട്ടുന്നില്ല. ബാങ്കിൽ ലോണിന് പോകുന്നത് 5 പേർക്കോ 8 പേർക്കോ ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് വന്നാൽ നിങ്ങൾക്ക് പൈസ തരാം എന്ന് പറയുന്ന ഒരു സ്ഥിതി. ഏത് സമയത്ത് പൈസ കിട്ടും എന്ന് പറയാൻ ഇന്നും തീരുമാനിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി. നിലവിൽ ബാങ്കുകാരനെ സംബന്ധിച്ച് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സംഖ്യ അത് കഴിഞ്ഞ് അവരോട് ബ്ലോക്കാക്കി. പൂർണ്ണമായും ഈ സംഖ്യ ഈ നേരം വരെയും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം. കർഷക മോർച്ച മുൻ ജില്ലാ പ്രസിഡന്റ് K. വേണു
പറമ്പിക്കുളം ആളിയാർ സംരക്ഷണ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി സി ശിവശങ്കരൻ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് ആർ രമേഷ്, ദേശീയ കർഷക സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പാണ്ടിയോട് പ്രഭാകരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ വികസന വിരോധം, അഴിമതി, കെടുകാര്യസ്ഥത എന്നിവ ആരോപിച്ച് CPM മങ്കര ലോക്കൽ കമ്മിറ്റിയുടെ കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കം. പഞ്ചായത്തിലെ 17 കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. കാൽനട പ്രചരണ ജാഥ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. മങ്കര അതിർക്കാട്ടിൽ നിന്നും ആരംഭിച്ച കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയ്കുമാർ നിർവഹിച്ചു. അനിവാര്യമായിട്ടുള്ള സാന്നിധ്യം ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മെ വിട്ട് പിരിയുന്നത്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ കൂടുതൽ അമിതാധികാരത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലത്താണ് ഞാനും നിങ്ങളും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. CM അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ ER ശശിക്ക് S അജയ്കുമാർ പതാക കൈമാറി. OM മോഹൻരാജ് ജാഥ വൈസ് ക്യാപ്റ്റനും CK ചെന്താമരാശൻ ജാഥ മാനേജറുമായുള്ള സംഘമാണ് ജാഥ നയിക്കുന്നത്. മങ്കര പഞ്ചായത്തിലെ 17 കേന്ദ്രങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ജാഥ 13-ന് കക്കോട് സമാപിക്കും. 13-ന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം K ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 18-ന് രാവിലെ 9-ന് മങ്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. ചിറ്റൂർ സ്വദേശിയെ താവനൂർ ജയിൽ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. താവനൂർ സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ 29 വയസ്സുള്ള ബർസാത്താണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ സഹപ്രവർത്തകർ അന്വേഷിച്ചെത്തിയപ്പോൾ ക്വാർട്ടേഴ്സ് മുറിയിൽ ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സഹോദരന് മരിക്കുകയാണെന്ന് സന്ദേശം അയച്ച ശേഷമാണ് ജീവനൊടുക്കിയത്. എന്നാൽ ഈ സന്ദേശം രാവിലെയാണ് ബർസാത്തിൻ്റെ സഹോദരൻ കണ്ടത്. അപ്പോൾ തന്നെ സഹപ്രവർത്തകരെ അറിയിക്കുകയും ഇവരെത്തിയപ്പോൾ ക്വാർട്ടേഴ്സിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു. വ്യക്തിപരമായ കാരണങ്ങളാൽ ബർസാത്ത് സ്വയം ജീവനൊടുക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒന്നാം വിള നെൽകൃഷിക്ക് ഓലകരിച്ചിൽ രോഗം ബാധിച്ച് കൃഷി നശിച്ച കർഷകർ ആശങ്കയിൽ. പറളി പഞ്ചായത്തിലെ കിണാവല്ലൂർ, തലപ്പൊറ്റ, വലിയകാട് പ്രദേശങ്ങളിലെ കതിര് നിരന്ന പാടശേഖരങ്ങളിൽ ആണ് ഓലകരിച്ചിൽ രോഗം വ്യാപകമായത്. കൃഷി നശിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് വിവിധ പാടശേഖര സമിതി ഭാരവാഹികളും കർഷകരും ആവശ്യപ്പെട്ടു. രോഗം വ്യാപകമായി ബാധിച്ചതിനാൽ കൊയ്തെടുക്കാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പാടെ നശിച്ച സ്ഥിതിയാണ്. കടം വാങ്ങിയും പണയപ്പെടുത്തിയുമാണ് കൃഷി ഇറക്കിയിട്ടുള്ളത്. കൃഷിയിൽ മിച്ചമൊന്നുമില്ലെങ്കിലും കടം വാങ്ങി ഇറക്കിയ തുക തിരിച്ചടയ്ക്കാൻ എന്തു ചെയ്യണമെന്ന വേവലാതിയിലാണ് കർഷകർ. കൃഷി നശിച്ച കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകി സഹായിക്കണമെന്നും കാർഷിക മേഖലയോട് താൽപ്പര്യമുണ്ടാക്കാൻ ഉതകുന്ന പദ്ധതികൾ സർക്കാരും കൃഷിവകുപ്പും നടപ്പിലാക്കണമെന്നും വിവിധ പാടശേഖര സമിതി ഭാരവാഹികളും കർഷകരും ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ രക്തബാങ്ക് ഉടൻ തുടങ്ങും. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിനു കീഴിലെ സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ബ്ലഡ് ബാങ്ക് പ്രവർത്തന സജ്ജമായത്. ഭൗതിക സാഹചര്യങ്ങളും ജീവനക്കാരും യന്ത്ര സംവിധാനങ്ങളുമെല്ലാം സജ്ജമാണ്. ഡെപ്യൂട്ടി ഡ്രഗ്സ് കൺട്രോളറുടെ പരിശോധന പൂർത്തിയായതിനു പിന്നാലെയാണ് പദ്ധതിക്ക് അന്തിമ അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. രക്തബാങ്കിലേക്ക് ആവശ്യമായ മെഡിക്കൽ ഓഫീസറുടെയും ലാബ് ടെക്നീഷ്യൻ്റെയും നിയമനവും പൂർത്തിയായി. പ്രതിമാസം 80 മുതൽ 100 യൂണിറ്റ് വരെ രക്തം ഇവിടെ സംഭരിക്കാനാകും. ജില്ലയിൽ സർക്കാർ മേഖലയിൽ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും പാലക്കാട് ജില്ലാ ആശുപത്രിയിലുമാണ് രക്തബാങ്ക് ഉള്ളത്. ഒറ്റപ്പാലത്ത് രക്തബാങ്ക് തുടങ്ങുന്നതോടെ ഷൊർണൂർ, പട്ടാമ്പി, തൃത്താല ഉൾപ്പെടെ പടിഞ്ഞാറൻ മേഖലയ്ക്ക് ഏറെ പ്രയോജനകരമാകും. 5 വർഷം മുമ്പ് P. ഉണ്ണി MLA ആയിരുന്ന കാലത്ത് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതിയാണിത്. കുട്ടികളുടെ കുത്തിവയ്പ് നടത്തുന്ന കെട്ടിടത്തിൻ്റെ മുകൾ നിലയിൽ 74 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇവിടേക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നേരത്തെ എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഇടപാടുകാരെ അടിമകളാക്കുന്ന ബാങ്കിംഗ് സംവിധാനത്തിനെതിരെ യുണൈറ്റഡ് മെർച്ചന്റ്സ് ചേംബർ സെപ്റ്റംബർ 16-ന് കൊച്ചി റിസർവ് ബാങ്ക് ശാഖയിലേക്ക് മാർച്ച് നടത്തുമെന്ന് UMC സംസ്ഥാന പ്രസിഡന്റ് ജോബി വി ചുങ്കത്ത് പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി ഒളിഞ്ഞും തെളിഞ്ഞും ഇടപാടുകാരെ ബാങ്കിംഗ് മേഖല സാമ്പത്തികമായി ചൂഷണം ചെയ്യുകയാണെന്ന് ജോബി വി ചുങ്കത്ത് പറഞ്ഞു. സൗജന്യമായി നൽകേണ്ട സേവനങ്ങൾക്കാണ് ഇടപാടുകാരുടെ ഡെപ്പോസിറ്റിൽ നിന്ന് അവരറിയാതെ തുക ഈടാക്കുന്നത്. വാട്സാപ്പ് മെസ്സേജ്, GPay, ചെക്ക് ബുക്ക് അനുവദിക്കുന്നതുൾപ്പെടെ ഇടപാടുകാരറിയാതെയാണ് പണം ഈടാക്കുന്നത്.
ഇടപാടുകാരുടെ സിബിൽ സ്കോർ ഇല്ലാതാക്കുന്ന പ്രവൃത്തികൾ ബാങ്കുകാർ തന്നെ ചെയ്യുന്നതോടെ സമൂഹവും വ്യാപാര മേഖലയും പലവിധ പ്രതിസന്ധികളും നേരിടുന്നുണ്ട്. അക്കൗണ്ട് തുടങ്ങാനായി ബാങ്കുകാർ നൽകുന്ന വാഗ്ദാനങ്ങൾ അപ്പാടെ ലംഘിക്കുകയാണ്. ഇതിനെതിരെയാണ് സമരമെന്നും ജോബി വി ചുങ്കത്ത് പറഞ്ഞു. അതായത് അടുത്ത ചൊവ്വാഴ്ച എറണാകുളത്ത് റിസർവ് ബാങ്കിന്റെ ഓഫീസിന്റെ മുമ്പിലേക്ക് മാർച്ച് നടത്തുക. ആ മാർച്ചിന് ശേഷമുള്ള ധർണ ബഹുമാനപ്പെട്ട MP ശ്രീ ബെന്നി ബെഹനാൻ അവർകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതിലത്തെ പ്രത്യേക കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബാങ്കുകൾ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പലർക്കും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിലനിൽക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ബാങ്കിന്റെ അടിമയാകുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. കാരണം ഒരു അക്കൗണ്ട് തുടങ്ങി പലരും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ ശരി എനിക്ക് എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ പല നിയമങ്ങളും കഴിഞ്ഞുള്ള അക്കൗണ്ടുകളുടെ ഒരു പരിധി മാറ്റിവെച്ച് കഴിഞ്ഞാൽ മറ്റ് അക്കൗണ്ടുകളെല്ലാം എണ്ണം തികയ്ക്കാനായിട്ട് ബാങ്കുകൾ പലരും സമീപിക്കും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് TK ഹെൻറി, ജില്ലാ പ്രസിഡന്റ് PS സിംസൺ, KR ചന്ദ്രൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലത്ത് അനധികൃതമായി മണ്ണ് ഖനനം ചെയ്തിരുന്ന 3 ടിപ്പർ ലോറികളും ഒരു JCBയും ചെറുതുരുത്തി പോലീസ് പിടിച്ചെടുത്തു. ചെറുതുരുത്തി CI വിനുവിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു നടപടി. ദേശമംഗലം കൊട്ടിപ്പാറ അമ്പലത്തിന് സമീപമുള്ള ഇക്കുറിയത്ത് വളപ്പിൽ റാഫിയുടെ പേരിലുള്ള വളപ്പിൽ നിന്നും അനധികൃതമായി മണ്ണ് ഖനനം ചെയ്യുന്നുണ്ടെന്ന് ചെറുതുരുത്തി CI വിനുവിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് പരിശോധിച്ചതിനെ തുടർന്നാണ് 3 ടിപ്പർ ലോറികളും ഒരു JCBയും ഉപയോഗിച്ച് കുന്ന് ഇടിച്ചു നീക്കുന്നത് കണ്ടത്. ഇതിനെ തുടർന്ന് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. തൃശൂർ കളക്ടർക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി കൊഴുപ്പിക്കാൻ സമ്മിശ്ര കൃഷിയുടെ വിജയത്തിളക്കവുമായി ഷൊർണൂർ KVR ഹൈസ്കൂൾ. വിദ്യാലയമുറ്റത്ത് ഒരുക്കിയ കൃഷിയിടത്തിൽ തുടർച്ചയായി 3ാം വർഷവും സജീവമാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. സ്കൂളിലെ തനിമ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ മുറ്റത്ത് വിഷരഹിത പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത്. വെണ്ട, പയർ, വഴുതന, പച്ചമുളക്, ചീര, തക്കാളി, വെള്ളരി തുടങ്ങി 10 ഇന സമ്മിശ്ര കൃഷിയാണ് സ്കൂളിൽ അധ്യാപകരുടെ സഹകരണത്തോടെ തനിമ കാർഷിക ക്ലബിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയത്. വിവിധ ക്ലാസുകളിൽ നിന്നായി കാർഷിക മേഖലയിൽ സജീവമായി പ്രവർത്തിക്കാൻ സജ്ജരായ 100ഓളം കുട്ടികളാണ് ഒഴിവു സമയം കണ്ടെത്തി സ്കൂൾ മുറ്റത്തെ കൃഷിയിടം പരിപാലിച്ചു വരുന്നത്. കാർഷിക രീതികൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനും ഒഴിവു സമയങ്ങളിൽ കുട്ടികളെ കർമ്മനിരതനാക്കാനും അധ്യാപകർ ലക്ഷ്യമിടുന്നു. സ്കൂളിലെ കൃഷിക്ക് പുറമെ സമാന്തരമായി വിവിധ ക്ലാസുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 40 കുട്ടികൾക്ക് പച്ചക്കറി തൈകളും വിത്തുകളും വീടുകളിൽ കൃഷി ചെയ്യുന്നതിനായി നൽകിയിരുന്നു. കുട്ടികളുടെ വീട്ടിലും വിഷരഹിത പച്ചക്കറി ഉണ്ടാക്കുന്നതിനു വേണ്ടിയും ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്നതുമാണ് തനിമ ക്ലബിൻ്റെ ലക്ഷ്യം. തനിമ കാർഷിക ക്ലബിൻ്റെ നേതൃത്വത്തിൽ സ്കൂൾ മുറ്റത്ത് നടത്തി വരുന്ന കൃഷി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒഴിവു സമയങ്ങളിൽ ഒത്തുചേരാനുള്ള ഒരിടം കൂടിയാണ്. വലിയ രീതിയിലുള്ള മാനസികോല്ലാസം നൽകുന്നതാണ് കൃഷിയെന്ന് വിദ്യാർത്ഥികളായ കീർത്തന, ശ്രീലേഖ എന്നിവർ പറഞ്ഞു. ഞങ്ങൾ KVR ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇത് ഞങ്ങളുടെ പച്ചക്കറിത്തോട്ടം. ഇവിടെ പച്ചമുളക്, തക്കാളി, വെണ്ട, വഴുതനങ്ങ, ചീര, കുമ്പളങ്ങ, പച്ചമുളക് തുടങ്ങി പല പച്ചക്കറികൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റ് എല്ലാവരും ഇതിനെ സഹായിക്കുന്നുണ്ട്. ഒത്തുചേർന്ന ഒരു തനിമ കാർഷിക ക്ലബിന്റെ ഒരു ഒത്തുചേരലാണ് ഇവിടെ പ്രധാനമായിട്ട് ഞങ്ങൾ കണ്ടുവരുന്നത്. നനയ്ക്കുന്നതും ബാക്കി ചെടികളെ പരിപാലിക്കുന്നതും എല്ലാം ഞങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്നാണ്. ഇവിടുത്തെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ആയിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. മറ്റുള്ളവർക്ക് സഹായമായിട്ടും അങ്ങനെ നൽകാനൊക്കെ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത ദിനാചരണം ഷൊർണൂർ KVR ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. ഷൊർണൂർ MLA P മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ അംഗീകാരം ലഭിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. അതിൽ ചില പ്രധാന വ്യക്തികളെ, പ്രതിഭകളെ ആദരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള
മഹത്വം കണക്കാക്കുമ്പോൾ ഓരോ മേഖലയ്ക്കും അതിൻ്റെ പ്രാധാന്യം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നതിനും അതിലേക്ക് സമൂഹത്തിൻ്റെ ആകെ ശ്രദ്ധ ക്ഷണിക്കുന്നതിന് വേണ്ടിയുള്ള ദിനാചരണങ്ങൾ ഓരോ തീയതിക്കനുസരിച്ച് കൊണ്ട് നമ്മൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടെയാണ് ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായത്. ചടങ്ങിൽ KVR ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ രാമപ്രസാദ് അധ്യക്ഷത വഹിച്ചു. KSTF വൈസ് പ്രസിഡന്റ് ഡോക്ടർ CP ശൈലജ സംസ്കൃത ദിനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഷൊർണൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ, വാണിയംകുളം TRKHS സംസ്കൃത അധ്യാപകൻ KK രാജേഷ് എന്നിവർ സംസാരിച്ചു. കൂടിയാട്ടം കലാകാരൻ നാരായണ ചാക്യാർ, ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും തീയാട്ട് കലാകാരനുമായ TS പരമേശ്വരൻ, പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ സംസ്ഥാന പോലീസ് അവാർഡിന് അർഹയായ V ബിന്ദു, ഷൊർണൂർ KVR ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ രാമപ്രസാദ് എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത കൗൺസിൽ സെക്രട്ടറി P സിജു സ്വാഗതവും ഷൊർണൂർ ഉപജില്ലാ സംസ്കൃത കൗൺസിൽ സെക്രട്ടറി A അജിത നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി അനുസ്മരണം നടത്തി. അനുസ്മരണ പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം M ഹംസ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. TR ശശി, V മോഹനൻ, S അനിത, PS അബ്ദുൽ മുത്തലി എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയായപ്പോൾ കേരളത്തിലുണ്ടായോ? നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ വർഗീയ കലാപം ഉണ്ടായോ? ഏതെങ്കിലും EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ വർഗീയ കലാപം ഉണ്ടായോ? ഏതൊരു വർഗീയ കലാപം ഉണ്ടായാലും ആ വർഗീയ കലാപത്തെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി വർഗീയവാദികളെ ഒറ്റപ്പെടുത്തി സ്വൈരവും സമാധാനപരമായ ജീവിതം നമുക്ക് സമ്മാനിക്കുന്ന ഒരു സംസ്ഥാനമായി ഈ കേരളത്തെ മാറ്റിയത് ഇടതുപക്ഷമാണ്. മാധ്യമപ്രവർത്തകനും കഥാകൃത്തുമായ KV അനൂപിന്റെ പേരിൽ സർഗതുളസി സാഹിത്യവേദി ഏർപ്പെടുത്തിയ പുരസ്കാരം EK ഷാഹിനയ്ക്ക്. കാറ്റും വെയിലും ഇലയും പൂവും പോലെ എന്ന കഥാസമാഹാരമാണ് പുരസ്കാരത്തിനർഹമായതെന്ന് സാഹിത്യവേദി പ്രസിഡന്റ് പവിത്രൻ ഓലശ്ശേരി പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാധ്യമപ്രവർത്തനത്തിനൊപ്പം സാഹിത്യമേഖലയ്ക്ക് വലിയ സംഭാവന നൽകിയ വ്യക്തിത്വമാണ് KV അനൂപെന്ന് വാർത്താസമ്മേളനത്തിൽ പവിത്രൻ ഓലശ്ശേരി അനുസ്മരിച്ചു. യുവ സാഹിത്യകാരന്മാർക്ക് അനൂപ് ഏറെ പ്രചോദനം നൽകി. അധ്യാപികയായ EK ഷാഹിനയുടെ കഥകൾ തമിഴ്, മറാത്തി, കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. കേരള, മഹാത്മാഗാന്ധി, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ ഷാഹിനയുടെ കഥകൾ പാഠ്യവിഷയമാണ്. 10,001 രൂപയും ഫലകവും പ്രശസ്തിപത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. യുവ സാഹിത്യ പുരസ്കാരത്തിന് പ്രീതി മറ്റത്തിൻ്റെ തപ്തസാഗരമെന്ന കവിതാ സമാഹാരം അർഹമായതായും പവിത്രൻ ഓലശ്ശേരി അറിയിച്ചു. പുരസ്കാരങ്ങൾ നവംബർ ആദ്യവാരം സമ്മാനിക്കും. ഡോക്ടർ അജിത് ബാബു, AV ദേവർ, ചന്തു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാറ്റലി. ശബരിമലയിൽ നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമം ഇടത് നയമല്ലെന്ന് CPI സംസ്ഥാന സമ്മേളനത്തിലെ പ്രതിനിധി ചർച്ചയിൽ വിമർശനമുയർന്നിരിക്കുന്നു. അയ്യപ്പ സംഗമം CPM രാഷ്ട്രീയ ലക്ഷ്യത്തോടെ നടത്തുന്ന പരിപാടിയാണെന്ന വിമർശനം പൊതുവെ നിലനിൽക്കുന്നതിനിടെയാണ് CPI നയം വ്യക്തമാക്കുന്നത്. നിങ്ങൾ എന്ത് കരുതുന്നു? മാറ്റലിയിലേക്ക്. അയ്യപ്പ വിശ്വാസം സംരക്ഷിക്കുന്നതിനും ശബരിമല തീർത്ഥാടനം വളരെ സുഗമമാക്കുന്നതിനും ഇത്തരത്തിൽ ആധ്യാത്മികമായ ഉന്നമനത്തിന് വേണ്ടിയുള്ള സംഗമങ്ങൾ നടത്തുന്നതിൽ തെറ്റില്ല. പക്ഷെ മറിച്ച് ഇതൊരു ആത്മാർത്ഥതയോടുകൂടിയാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം നേരത്തെ ആചാര അനുഷ്ഠാന കാര്യങ്ങൾ പറഞ്ഞ് ശബരിമല വിശ്വാസികൾ സമരം ചെയ്തപ്പോൾ നവോത്ഥാനവും മറ്റും പറഞ്ഞ് ഈ യാതൊരു വിശ്വാസമില്ലാത്ത ആൾക്കാരെ ആചാരം ലംഘിക്കുന്നതിന് വേണ്ടി സർക്കാർ തന്നെ ഒരു തരത്തിൽ സ്പോൺസർ ചെയ്ത് ആളെ കയറ്റിവിടുന്ന ഒരു അവസ്ഥയുണ്ടായി. അതൊക്കെ തീർച്ചയായിട്ടും വിശ്വാസികളുടെ ആത്മാവിനേറ്റ മുറിവാണ്. അപ്പോൾ ഈ സർക്കാർ ഇപ്പോൾ നടത്തുന്നത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ ഈ നടന്നുപോയ തെറ്റിന് മാപ്പ് പറയേണ്ടതാണ്. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ LDF ഗവൺമെൻറ്റിൻ്റെ ഭാഗമായ CPI അതിനെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്.
ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി മുന്നോട്ട് പോയ LDF സർക്കാരിൻ്റെ മറ്റൊരു മുഖമാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചാണെന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ഞങ്ങളാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ് CPM. ആ ഒരു വെപ്രാളാണ് ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ. ഒരു സംശയമില്ല, ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയം കളിക്കുകയാണത്. ഹിന്ദുത്വ വോട്ടുകൾ എങ്ങനെയൊക്കെ സമാഹരിക്കാമെന്നുള്ള, കാരണം മറുവശത്ത് BJP ശക്തി പ്രാപിക്കുന്നു എന്നൊരു തോന്നലുകൊണ്ടാണ് അവർക്കത്. അത് അവർ ശക്തി പ്രാപിക്കില്ല, ഇവർ ക്ഷയിക്കുകയാണത്. ഇവർ മാക്സിമം ഈ മുൻകാലങ്ങളിലൊക്കെ ഹിന്ദുത്വ അജണ്ട അല്ലെങ്കിൽ ഹിന്ദുക്കളല്ല ഉദ്ദേശിക്കുന്നത്, ഈ ഹിന്ദുത്വം എന്താണെന്ന് RSSൻ്റെ അജണ്ട കൃത്യമായിട്ട് ഇവർ ഓരോ നടപ്പാക്കി കൊടുക്കുക. അത് മറ്റൊരു തോൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്, പക്ഷെ കൃത്യമായ ഒരു അബദ്ധങ്ങൾ അവരൊക്കെ ചെയ്യുന്നത്. കാരണം ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കുകയാണത്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വിഷയം ഉണ്ടായിരുന്നില്ല, ഹിന്ദു എന്നോ അല്ലെങ്കിൽ ഇസ്ലാം എന്നോ ക്രിസ്ത്യൻ എന്നോ അത്തരമൊരു എല്ലാവർക്കും മതബോധമുണ്ട്, രാഷ്ട്രീയ ബോധമുണ്ട്, എല്ലാം ശരിയാണ്, പക്ഷെ അത്ര ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ BJP എന്ന പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഓരോ കളികളാണ് വരുന്നത്. അത് എത്രമാത്രം അപകടമാണ് ചെയ്തതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPM-ന് കുരുക്കായി DYFI തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദരേഖാ വിവാദം. ശബ്ദ സന്ദേശത്തിൽ MK കണ്ണൻ, AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ഗുരുതരമായ സാമ്പത്തിക ആരോപണങ്ങൾ. ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമെന്ന CPM. DYFI ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദിനോട് വിശദീകരണം ആവശ്യപ്പെടുമെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. തൃശൂരിലെ CPM വലിയ അധോലോക മാഫിയയെന്ന് BJP നേതാവ് MT രമേശ്. ശരത്തിന്റെ ആരോപണം ശരിയല്ലെന്ന് MK കണ്ണൻ. സംഭാഷണത്തിൽ ഞെട്ടലില്ലെന്നും അന്വേഷണം ആവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പിന് പരാതി നൽകിയെന്നും കോൺഗ്രസ് നേതാവ് അനിൽ അക്കര. ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികതയിൽ സംശയമുണ്ടെന്ന് ശരത് പ്രസാദ്. പ്രതികരണം ഫേസ്ബുക്കിൽ. സംസ്ഥാന സർക്കാരിന്റെ കർഷക വഞ്ചന ആരോപിച്ച് സംയുക്ത കർഷക വേദി. സെപ്റ്റംബർ 19-ന് എറണാകുളത്തെ സപ്ലൈകോ ഹെഡ് ഓഫീസ് ഉപരോധിക്കും. ഇടപാടുകാരെ അടിമകളായി കാണുന്ന ബാങ്കിംഗ് സംവിധാനത്തിനെതിരെ കൊച്ചി റിസർവ് ബാങ്ക് ശാഖയിലേക്ക് മാർച്ച് നടത്തുമെന്ന് യുണൈറ്റഡ് മെർച്ചന്റ്സ് ചേംബർ. മണ്ണൂർ പഞ്ചായത്തിൽ താൽക്കാലിക ജീവനക്കാരുടെ ദിവസവേതനത്തിൽ നിന്ന് അധികൃതർ പങ്കുപറ്റിയെന്ന UDF ആരോപണം രാഷ്ട്രീയ പ്രേരിതവും വസ്തുതാവിരുദ്ധവുമെന്ന് ഭരണപക്ഷം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഇത്തരം നാടകങ്ങൾ ജനം തള്ളിക്കളയുമെന്ന് പഞ്ചായത്ത് അധ്യക്ഷ. മങ്കരയിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ CPM വികസന വിരോധവും അഴിമതിയും കെടുകാര്യസ്ഥതയും ആരോപിച്ച് കാൽനട പ്രചരണ ജാഥ. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ രക്തബാങ്ക് ഉടൻ തുടങ്ങും. ബ്ലഡ് ബാങ്കിംഗ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷന്റെ അനുമതിയായി. രക്തബാങ്ക് പ്രവർത്തന സജ്ജമായത് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ. കൊണ്ടാടിയിൽ KSRTC ബസ്സിടിച്ച് വയോധികയ്ക്ക് ദാരുണാന്ത്യം. മരിച്ചത് മായന്നൂർ കോട്ടമുക്ക് സ്വദേശിനി രുക്മിണി. ചിറ്റൂർ സ്വദേശിയായ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറെ തവനൂർ ജയിൽ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 29 വയസ്സുള്ള ബർസാത്ത് ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ്. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. SFI പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന KSU നേതാവ് അറസ്റ്റിൽ. കൊയിലാണ്ടിയിൽ വെച്ച് പിടിയിലായത് KSU തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ്. അറസ്റ്റിലായ ഗണേഷ് ഉൾപ്പെടെയുള്ള KSU നേതാക്കളെ മുഖംമൂടി ധരിച്ച് വിലങ്ങിട്ട് കോടതിയിൽ ഹാജരാക്കിയ സംഭവം വിവാദമാകുന്നു. വടക്കാഞ്ചേരി SHO ഷാജഹാന് കോടതിയുടെ കാരണം കാണിക്കൽ നോട്ടീസ്. തിങ്കളാഴ്ച ഷാജഹാൻ കോടതിയിൽ ഹാജരാകണം. അനധികൃത മണ്ണ് ഖനനത്തിനെതിരെ ചെറുതുരുത്തി പോലീസ് ദേശമംഗലത്ത് 3 ടിപ്പർ ലോറികളും 1 JCBയും പിടിച്ചെടുത്തു. ഒന്നാം വിള നെൽകൃഷിയിൽ ഓലകരിച്ചിൽ. ആശങ്കയോടെ പറളി മേഖലയിലെ കർഷകർ. കിണാവല്ലൂർ, തലപ്പറ്റ, വലിയകാട് പാടശേഖരങ്ങളിൽ ഏക്കർ കണക്കിന് കൃഷി നാശഭീഷണിയിൽ. നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് പാടശേഖര സമിതി ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.